ഇന്ന് ഞാൻ കാണിക്കുന്നത് ഫിയറ്റിൻ്റെ ഒരു ടി-ജെറ്റ് എന്ന് പറഞ്ഞ ടെർബോ പെട്രോൾ സ്പോർട്ട് വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മാർക്കറ്റിൽ വേണ്ടത്ര അംഗീകാരം കിട്ടിയിട്ടുണ്ടോയെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കുന്നവരിപ്പോഴും നല്ല രീതിയിൽ എന്തോസിയാസ്റ്റ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു വണ്ടിയാണ്. അപ്പം ഈ ഒരു സെഗ്മെൻറ്റിൽ ആദ്യമായിട്ടൊരു ടെർബോ 4 സിലിണ്ടർ വണ്ടി ഇറങ്ങിയ വണ്ടിയാണത് കേട്ടോ. ടെർബോ വെച്ചിട്ടൊരു 4 സിലിണ്ടർ വണ്ടി ഇറങ്ങിയിട്ടുള്ള ഒരു വാഹനമാണ് ഫിയറ്റിൻ്റെ ലീനിയ ടി-ജെറ്റ്. ഇത് പതിനാറിഞ്ച് അലോയ്സാണ് ഇതിന് കൊടുത്തേക്കുന്നത്. എന്തുകൊണ്ടും ഫിയറ്റിൻ്റെ ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഞാനൊരു ക്രേസിൽ വണ്ടി എടുത്തിട്ട് ഞാനിപ്പം 2014 മുതൽ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. 2011 വണ്ടിയാണ്. അത് 4 വീലും ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. അത് 4 വീൽ ഡിസ്ക് ബ്രേക്ക്. ബ്രേക്കിംഗ് ഒക്കെ ഒന്നും പറയാനില്ല. അതായത് ബ്രേക്കിംഗ് ഒക്കെ ഫിയറ്റിൻ്റെ ഒരു പഴയ കാലത്ത് തന്നെ ഇപ്പോൾ ഫിയറ്റിൻ്റെ പിന്നെ ഫിയറ്റിൻ്റെ S10 GTX 1.6 സ്റ്റൈൽ 1.6 വാഹനങ്ങളൊക്കെ ഉപയോഗിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ പ്രത്യേക ഒരു ബാലൻസ് ബ്രേക്കിംഗ് ഉണ്ട് ഫിയറ്റിനായിട്ട് വരുന്നത്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ABS ഫീൽ നമുക്ക് ഫീൽ ചെയ്യും പഴയ കാലത്ത് തന്നെ. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ, ഫിയറ്റ് ആണ് ആദ്യമായിട്ട് എയർ ബാഗ് ABS ഒക്കെ ഇന്ത്യയിൽ അവതരിപ്പിച്ചതെന്ന് തോന്നുന്നുണ്ട് ഹാച്ച് ബാക്കിൽ. പിന്നെ ആദ്യത്തെ ഹോട്ട് ഹാച്ചും 1.6 സ്പോർട്ട് വണ്ടിയിൽ നിന്ന് ഫിയറ്റ് ഇന്ത്യയിൽ ഇറക്കിയ വണ്ടിയും ഫിയറ്റ് തന്നെയാണ്. 1.6 പാലിയ 1.6 എന്ന വാഹനം. ഇത് ഞാൻ ഹെഡ്ലൈറ്റൊക്കെ ഇങ്ങനെയല്ല, ഹെഡ്ലൈറ്റൊക്കെ ശരിക്ക് ചെയ്ത് വെച്ചാണ് കേട്ടോ. അങ്ങനെ നല്ല ഹെഡ്ലൈറ്റ് വരുന്നത് ഉദ്ദേശമൊക്കെ ശരിക്ക് ബ്ലാക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്താണ്. പിന്നെ എൻ്റെ സ്ട്രെങ്ത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇതിൻ്റെ ബോഡി ക്വാളിറ്റി നമ്മൾ ജസ്റ്റ് ഡോറങ്ങ് അടച്ചിട്ട് അല്ലേ, അത്രക്കും ക്വാളിറ്റിയാണ് ഡോറ്. അപ്പോൾ ബോഡി സ്ട്രെങ്ത്ത് എന്ന് പറഞ്ഞാൽ, പിന്നെ പുറകിലെ സീറ്റിന് നല്ല കംഫർട്ടാണ്. മൂന്നാൾക്കൊക്കെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ വണ്ടി ഇതാട്ടോ. മൂന്നാൾക്ക് സുഖസുന്ദരമായിട്ട് സീറ്റിൻ്റെ കാര്യമാണെങ്കിലും കുറച്ച് അത്യാവശ്യം തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട് വാഹനത്തിന്. ഈ ഒരു തൈ സപ്പോർട്ട് ശരി കിട്ടുന്നതുകൊണ്ട് ലോങ് യാത്രക്ക് വളരെ ഈസി ആയിട്ട്, അതായത് വളരെ മുഷ്പില്ലാതെ യാത്ര, എത്ര ലോങ് യാത്ര ചെയ്താൽ നമുക്കിതൊരു മടുപ്പ് ഉളവാക്കൂല. ബാക്കിൽ റിയർ AC വെൻ്റ് വരുന്നുണ്ട്. പിന്നെ ഷെയ്ഡ് കർട്ടൻ വരുന്നുണ്ട് റിയറിൽ. പിന്നെ റിയർ AC വെൻ്റ് ആദ്യമായിട്ട് സെഗ്മെൻറ്റിൽ ഈ ഒരു വാഹനത്തിലാണ് വന്നിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അല്ലാത്തവരൊന്നും അറിയാതെ കമൻറ്റ് ചെയ്യുക, അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. എൻ്റെ അറിവിൽ ഇതാണ് റിയർ AC വെൻ്റ് വന്ന ഒരു 2011-12 കാലഘട്ടങ്ങളിൽ, അതായത് 2009 ഈ വണ്ടി ഇറങ്ങുന്നതെന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. 2009 ഫിയറ്റ് ലീനിയ ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ പറയാമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാ പ്രീമിയം ഫീച്ചേഴ്സ് വാഹനങ്ങൾക്ക് കൊടുത്തിട്ടുള്ളതാണ്. അതായത് ഹാൻഡ് റെസ്റ്റ് ഉണ്ട്, പിന്നെ ഗ്ലോ ബോക്സ് ഉണ്ട്, പിന്നെ ഇവിടെ തന്നെ നമ്മളെ വിൻഡോസിൻ്റെ USB കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ബ്ലൂ ആൻഡ് മീ, അതായത് 5 മൊബൈൽ പെയർ ചെയ്യാൻ പറ്റിയ സിസ്റ്റം ഇതിലുണ്ട്. മൊബൈൽ നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് ഒരു എൻ്റെ അറിവിൽ വണ്ടിയിലാണ് മൊബൈലായിട്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വന്നിട്ടുള്ളൊരു വാഹനം. പിന്നെ അത്യാവശ്യം, അതായത് ഒരു വാഹനത്തിൽ വരേണ്ട ഒരു പ്രീമിയം ഫീച്ചേഴ്സ് എല്ലാം തന്നെ പിന്നെ ഒരു എൻട്രി ലെവൽ സെഡാനിൽ കൊടുത്തിട്ടുള്ള ഒരു വാഹനമാണിത്. എയർ ബാഗ് ഉണ്ട്, 2 എയർ ബാഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റാരിംഗ് മൗണ്ടഡ് കൺട്രോള്, പിന്നെ 2012 ശേഷം ഓട്ടോ വൈപ്പേഴ്സ്, അതേമാതിരി ഓട്ടോ ഹെഡ്ലൈറ്റ്, ഫോളോ മീ ഹെഡ്ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് 12 ശേഷമുള്ള വാഹനങ്ങൾക്ക്. പിന്നെ 12 ശേഷമുള്ള വാഹനം 185 ഗ്രൗണ്ട് ക്ലിയറൻസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്രൗണ്ട് ക്ലിയറൻസ് ഇതും 185 ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്ന വണ്ടിയാണ്. അത് ഇടിക്കുന്ന ഒരു പ്രശ്നം അതിൽ ഇനിയൊക്കെ ഉണ്ടായിരുന്നു, ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞുകൊണ്ട് തന്നെ. പക്ഷേ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞ വണ്ടിയാണ് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാനുള്ള സുഖം എന്നുള്ളത് പറയാം. പിന്നെ സീറ്റൊക്കെ ആണെങ്കിലും നല്ല പിന്നെ കംഫർട്ടുള്ള സീറ്റാണ്. പുറകിലെ വശത്തുള്ള സീറ്റാണെങ്കിൽ 5 പേർക്ക് സുഖസുന്ദരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് പറയാനുള്ളത്,
പിന്നെ കോമ്പാക്റ്റ് ആണ് വണ്ടി. അപ്പോൾ നമ്മൾ ഒരു ഇത്ര നീളമുള്ളൊരു വണ്ടി എന്ന നിലക്ക് ലിനിയ അത്യാവശ്യം നീളമുള്ളൊരു വണ്ടിയാണല്ലോ. അപ്പോൾ കോമ്പാക്റ്റ് ആയിട്ട് പിന്നെ ഇത്ര നീളമുള്ള വണ്ടിയാണ് നമുക്ക് ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യില്ല. ഉള്ളിലിരുന്ന് കഴിഞ്ഞാലും അത് വലിയൊരു വണ്ടിയാണെന്ന് ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല. അതായത് കൺട്രോൾ ചെയ്യാനോ നമുക്ക് ഒരു ഹാച്ച് ബാക്ക് കൺട്രോൾ ചെയ്യുന്ന മാതിരി ഒരു ഫിയറ്റിൻ്റെ പൂണ്ടോ കൺട്രോൾ ചെയ്യണ അതേ ഒരു ഇതോടെ ഈ വണ്ടി കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഓവർടേക്കിംഗ് ആണ് 1400 cc 114 bhp ആണ് ഈ വണ്ടി വരുന്നത്. അതായത് പിന്നെ കിക്ക് പിക്കപ്പാണ് വണ്ടിക്ക്. പിന്നെ മൈലേജ് ആണെങ്കിൽ ഒരു 14, 14, 15 കിലോമീറ്റർ ഹൈവേയിൽ സുഖമായിട്ട് കിട്ടുന്നുണ്ട്. നോർമലായിട്ടൊരു 10, 11 കിലോമീറ്റർ നമുക്ക് വണ്ടി കിട്ടുന്നുണ്ട് പെട്രോളിൽ. പിന്നെ റൈഡിങ് കംഫേർട്ട് ഒന്നും പറയാനില്ല. റൈഡിങ് കംഫേർട്ട് അതേമാതിരി ഡ്രൈവിംഗ് കംഫേർട്ട് എന്ന് പറഞ്ഞാൽ ഓടിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ അത്യാവശ്യം പ്രീമിയം വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണ്, എന്നാലും ഏറ്റവും കൂടുതൽ ആളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഡ്രൈവ് ചെയ്യാനുള്ള ഒരു പിന്നെ നമുക്കൊരു മനസ്സിനൊരു പ്രഷറുള്ളൊരു വണ്ടി എന്ന് പറഞ്ഞാൽ ഫിയറ്റ് ലിനിയാണ്. അതുകൊണ്ട് തന്നെ അത്രയും വർഷമായിട്ട് ഞാൻ ഫിയറ്റ് 2007 മുതൽ 7 ഒരു 6-5 കാലഘട്ടം മുതൽ ഫിയറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ഫിയറ്റിൻ്റെ എല്ലാ വണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി നിലനിർത്തി പോകാനുള്ള കാരണം ഇതിൻ്റെ ആ ഒരു കംഫേർട്ട്, ഇതിൻ്റെ ആ ഒരു സേഫ്റ്റി ആണ്. പക്ഷേ ഇതിൻ്റെ പാർട്സ് കിട്ടുക എന്നുള്ള ഓൺലൈനിലൊക്കെ പാർട്സ് കിട്ടുന്നുണ്ട്. ഫിയറ്റ് TZ എന്നുള്ള കുറച്ച് പാർട്സിന് ചില പാർട്സുകൾ കുറച്ച് വില കൂടുതലുണ്ട്, എന്നാൽ സാധനങ്ങളൊക്കെ കിട്ടും. പക്ഷേ സാധനങ്ങളൊക്കെ അപാര ലൈഫാണ്. പിന്നെ എൻജിൻ വൈസ് നോക്കുകയാണെങ്കിലും കറക്റ്റ് സർവീസ് ചെയ്താൽ ഒരു പ്രശ്നങ്ങളും കാണുന്നില്ല. പിന്നെ ഫിയറ്റ് ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്ത്യക്കാർക്ക് മൈലേജ് കൺസെപ്റ്റ് കൂടുതലായതുകൊണ്ട് തന്നെയാണ്. മൈലേജ്, സർവീസ്, സ്പെയറിൻ്റെ കോസ്റ്റ്, ഇതൊരു ഇറ്റാലിയൻ വാഹനം ആയതുകൊണ്ട് തന്നെ സ്പെയറിന് കുറച്ച് വില കൂടുതലായിരുന്നു. അതേമാതിരി സർവീസും കറക്റ്റായിട്ട് എല്ലായിടത്തും പ്രോപ്പറായിട്ട് അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും ഒരു ഫിയറ്റിനെ എന്ന ഈ വാഹനം പിന്നെ ചെറുങ്ങനെ അവോയ്ഡ് ചെയ്യാനുള്ള കാരണം. പക്ഷെ ഇപ്പോൾ എന്നാലും യൂസ്ഡ് മാർക്കറ്റിൽ അത്യാവശ്യം ഫിയറ്റ് എല്ലാവരും ഒരു അന്വേഷിക്കുന്ന ഒരു വാഹനമാണ്. അതിനൊരു കംഫർട്ട് മനസ്സിലാക്കിയിട്ടായിരിക്കാം. എന്നാലും ഇതാണ് ഈ ലിനിയയെക്കുറിച്ച്, ലിനിയ TZ പറഞ്ഞ വാഹനത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ലിനിയ TZ പറഞ്ഞാൽ വളരെ റെയറാണ്, നമ്മളെ മാർക്കറ്റിൽ വളരെ റെയറായിട്ടുള്ളൊരു വാഹനമാണ്. ഉപയോഗിക്കുന്നവർ കൊടുക്കാത്തൊരു വാഹനമാണ് കേട്ടോ. അതായത് ഒരാളൊരു ഫിയറ്റ് ലിനിയ TZ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ വണ്ടി ഉപയോഗിക്കുന്നത് കൊടുക്കില്ല എന്തായാലും. ഇപ്പോൾ എല്ലാ വാഹനങ്ങളും 10, 12 ഒക്കെ മൈലേജ് ഉള്ളൂ. ഇപ്പോൾ അൾട്ടോ ആണെങ്കിൽ വരെ 14, 15 ഒക്കെ മൈലേജ് കിട്ടുന്നുള്ളൂ. ആ ഒരു മൈലേജ് 14, 15 ഈ ഒരു 1.4 TZ വാഹനം തീർന്നിട്ടുള്ളതാണ് വാസ്തവം. അപ്പം ഇതിനായിട്ട് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. ഞാനൊരു ശരിക്കും ഒരു ഓവർവ്യൂ ആണ് കാണിച്ചു തന്നേക്കുന്നത്. അപ്പോൾ സേഫ്റ്റി വൈസ് ആണെങ്കിലും പിന്നെ ഡ്രൈവിംഗ് കംഫർട്ട് ആണെങ്കിലും റൈഡിങ് കംഫർട്ട് ആണെങ്കിലും എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ ഫിയറ്റ് ലിനിയ TZ എന്ന് പറഞ്ഞ വാഹനം ഒന്നും പറയാനുള്ളതൊരു വാഹനമാണ്. ഇതാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.